ഒരിക്കൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായ 3 ബാലന്മാർ അവർ മരണകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർ ആ മരണത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അവർ വിശ്വസിച്ചിരുന്ന ദൈവത്തെ തള്ളിപ്പറക എന്നുള്ള മാത്രമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന പല പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയാൻ ഒരുപക്ഷെ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ആ ബാലന്മാർ ഒരു തീരുമാനമെടുത്തു. ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. എന്നാൽ അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല. അവരെ മരണകരമായ തീച്ചോളയിൽ ഇടുവാൻ ഇടയായി. എന്നാൽ ആ തീച്ചോളയുടെ നടുവിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകട്ടെ, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകട്ടെ, നമ്മുടെ ദൈവം നമ്മളെ വിടുവിച്ചത് കൊണ്ടോ, ദൈവം നമുക്ക് രോഗസൗഖ്യം നൽകിയത് കൊണ്ടോ, ജോലി നൽകിയത് കൊണ്ടോ, കടഭാരം മാറിയത് കൊണ്ടോ അല്ല നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. അവൻ നമ്മുടെ ദൈവവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനും ഈ ലോകത്തിലെ മരണത്തിൽ നിന്ന് മാത്രമല്ല, വരുവാനിരിക്കുന്നതിൽ നിത്യജീവനെ തരുവാൻ അവൻ മതിയായവനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവൻ്റെ പുറകെ പോകുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ യേശു കർത്താവിനോട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു കർത്താവ് തിരിച്ചൊരു മറുപടി പറയുന്നു, ജഡരക്തങ്ങളല്ല നിന്നെ ഇത് വെളിപ്പെടുത്തിയത്. വിശ്വാസം മാത്രമുള്ളത് കൊണ്ടല്ല നമ്മൾ നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നത്. സ്വർഗത്തിലെ ദൈവം നമുക്കത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ഗാൽഗുത്തായുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവ് അതുകൊണ്ട് മാത്രമാണ്, നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ടും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനും നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനും ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവനെ പിൻപറ്റുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ വിടിവിപ്പാൻ അവൻ ശക്തനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.